ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇപ്പോഴത്തെ സമയത്തിൽ ഒരു പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ഫുള്ളായിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. അതേപോലെ ഫോം നമ്പറും കൂടെ ചേഞ്ച് ആയിരിക്കുകയാണ്. സോ ഞാൻ അതിന്റെ ലേറ്റസ്റ്റ് പ്രോസസ് ഞാൻ ഇന്ന് പറഞ്ഞുതരും. അത് പാൻ കാർഡ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്, അതേപോലെ നിങ്ങൾ ഈ പാൻ കാർഡ് നിങ്ങളെ ഇമെയിലിലൂടെ സെൻഡ് ചെയ്യും. അതേപോലെ പാൻ കാർഡ് ജനറേറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങളെ വീട്ടിൽ വന്ന് ചേരും. ഓക്കെ, നമുക്ക് പാൻ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക NSDL പാൻ കാർഡ്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ കാണുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും 14. ഈ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ പുതിയ പാൻ കാർഡിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിനുശേഷം ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ടൈപ്പ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പാൻ കാർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള ഫോമുകൾ ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. സോ ഇവിടെ പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ പാൻ ഫോം നമ്പർ 93 ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കന്റ് ഇൻഫർമേഷൻ നിങ്ങളെ പേര് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നെയിം ഇവിടെ വരും, മിഡിൽ നെയിം ഇവിടെ വരും, ലാസ്റ്റ് നെയിം ഇവിടെ വരും. അതേപോലെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അഥവാ നിങ്ങളെ പേര് വന്നിട്ട് രാജേഷ് മണികുമാർ ആണെങ്കിൽ അപ്പോൾ രാജേഷ് വന്നിട്ട് ഇവിടെ ഫസ്റ്റ് നെയിമിൽ വരും, മണി വന്നിട്ട് മിഡിൽ നെയിമിൽ വരും, കുമാർ വന്നിട്ട് ലാസ്റ്റ് നെയിം സർനെയിമിൽ വരും. അഥവാ നിങ്ങളെ കേസിൽ മിഡിൽ നെയിം ഇല്ലെങ്കിൽ വെറും നിങ്ങളെ പേര് വന്നിട്ട് രാജേഷ് കുമാർ ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നെയിമിൽ വന്നിട്ട് രാജേഷ് വരും, മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിരിക്കും, ലാസ്റ്റ് നെയിം സർനെയിമിൽ കുമാർ എന്ന് കൊടുക്കണം. അഥവാ നിങ്ങളെ കേസിൽ വെറും സിംഗിൾ പേരാണെങ്കിൽ എന്ന് വെച്ചാൽ വെറും മുഹമ്മദ് എന്ന പേരാണെങ്കിൽ അപ്പോൾ ആ കേസിൽ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിരിക്കും, ലാസ്റ്റ് നെയിം സർനെയിമിൽ മുഹമ്മദ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡേറ്റ്, മന്ത്, ഇയർ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ഐഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബൈ സബ്മിറ്റിംഗ് ഡാറ്റയിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ കൺഗ്രാജുലേഷന്റെ മെസ്സേജ് ഇവിടെ വന്നിട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടോക്കൺ നമ്പർ. ഈ ഒരു ടോക്കൺ നമ്പർ എവിടെയും നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ടൈം നമുക്ക് യൂസ് ആകും. എന്ന് വെച്ചാൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇടയിൽ എപ്പോഴെങ്കിലും ലോഗോ ടൈപ്പ് ചെയ്യലോ എന്തെങ്കിലും ആയിപ്പോയാൽ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ആ ആപ്ലിക്കേഷനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഒരു ടോക്കൺ ആയിട്ട് യൂസ് ആകും. നമ്മളിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളെ ഫ്രണ്ടിൽ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട 3 മെത്തേഡുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും. മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തു പോകുന്നത്. ഒരു ചിലവർ വിചാരിക്കും നമുക്ക് ഈസി ആയിട്ട് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷമാണ് അവരെ കഷ്ടങ്ങളെല്ലാം സ്റ്റാർട്ട് ആകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പാൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ക്യാൻ അപ്ലോഡ് ആൻഡ് ഇ സൈൻ ഇൻ. സോ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ CSC സെന്ററുകാരും ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആധാർ കാർഡിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആധാർ കാർഡിൽ എന്താണ് പേരുള്ളത് ആ സെയിം ടു സെയിം പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫുൾ നെയിം ആപ്ലിക്കന്റ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് നെയിംഡ് സെക്ഷനിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം കാണാൻ പറ്റും. ഇത് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത പേരാണ് ഇവിടെ ഓട്ടോമാറ്റിക് പിച്ചായി കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മളെ ജെൻഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മെയിൽ ആണോ ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് വേണ്ടിയിട്ടില്ല, ഇത് നമുക്ക് ലീവ് ചെയ്ത് വിടാം. ഇതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ഓഫ് പാരന്റ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ അച്ഛന്റെ പേരുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം വന്നിട്ട്. അതിനുശേഷം മദറിന്റെ നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മദർ നെയിം സെയിം ടു സെയിം ഇവിടെ കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ പാൻ കാർഡ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ആരെ പേരാണ് കാണിക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. നിങ്ങളെ പാരന്റ്സിൻ്റെത് ഫാദർ നെയിം ആണോ മദർ നെയിം ആണോ മെൻഷൻ ആയി കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ടാകും. സോ നമുക്കിവിടെ ഫാദർ നെയിം കൊടുക്കാം. പക്ഷേ ഇവിടെ ഇതിനു മുമ്പ് ഫസ്റ്റിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും സിംഗിൾ പാരന്റ് എന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ അഥവാ സിംഗിൾ പാരന്റ് കൂടെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിപ്പോയി നിങ്ങൾ അമ്മയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അച്ഛന്റെ പേര് കൊടുക്കണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ മാത്രം ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളെ പാൻ കാർഡിൽ മെൻഷൻ ആയി കാണിക്കും. പക്ഷെങ്കിൽ ഇവിടെ താഴെ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് നിങ്ങൾ അതോ സിംഗിൾ പാരന്റ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫാദർ നെയിം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നതാണ് സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങളെ ഇൻകം വന്നിട്ട് എങ്ങനെയാണോ ഉണ്ടാകുന്നത്? നിങ്ങളെ ഇൻകം വന്നിട്ട് സാലറിയുടെ വരെയാണോ അതോ എന്തെങ്കിലും ബിസിനസ്സോ പ്രൊമോഷൻ എന്തെങ്കിലും ചെയ്യാണോ അതുവഴി വരെയാണോ? ഇത് പോയിട്ട് നിങ്ങൾക്ക് അതോ അതർ സോഴ്സിലൂടെ ഇൻകം വരെയാണോ? പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സമയം നമ്മൾ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ ഒരു ഇൻകമോ അങ്ങനെ ഒന്നും ജനറേറ്റ് ഒന്നും കാണൂലായിരിക്കാം. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് പാൻ കാർഡ് വന്നിട്ട് ക്രിയേറ്റ് ആകും. അതിനുവേണ്ടി നമുക്കിവിടെ നോ ഇൻകം ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം.
കൊടുക്കണം. ഇതിനുശേഷം നമുക്ക് അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ആധാർ കാർഡിലൂടെ സൈൻ ഇൻ ചെയ്ത് നമ്മൾ പാൻ കാർഡ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി നമുക്കിവിടെ റെസിഡൻസ് ഓപ്ഷൻ നാം ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ വീട്ടിന്റെ അഡ്രസ്, ഹൗസ് നമ്പർ, ബിൽഡിംഗ് നമ്പർ, അതിനുശേഷം വീട്ടിന്റെ പേര്, ബിൽഡിങ്ങിന്റെ പേര്, അതിനുശേഷം നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ നെയിം, ടൗൺ നെയിം ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ. നെക്സ്റ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഓഫീസ് അഡ്രസ് സെക്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ആധാറിന്റെ KYC ചെയ്ത് നമ്മളെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാണ്. അതോടെ നമുക്ക് ഇതിനെ ബ്ലാങ്ക് ആയിട്ട് ഇടാം. എന്താ വെച്ചാൽ നമ്മളെ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ റെസിഡൻസിന്റെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID ഡീറ്റെയിൽസ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് നമ്മളെ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. +91. നിങ്ങളെ മൊബൈൽ നമ്പർ നിങ്ങളുടെ രജിസ്ട്രേഷൻ പേജിലൂടെ ഓട്ടോമാറ്റിക്കോടെ ഫിച്ചായി കാണിക്കും. ഇതിനുശേഷം ടെലിഫോൺ നമ്പർ വരും. നിങ്ങളതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. ഇതിൽ ആവശ്യമൊന്നുമില്ല ഇപ്പം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വെറുതെ വിട്ടേക്കാം. ഇതിനുശേഷം നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതേപോലെ നമ്മളെ ഡോക്യുമെന്റും നമ്മളെ ഇന്ത്യയിലാണ് ഇരിക്കുന്നത് ഫുള്ളായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ റെസിഡന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നിങ്ങൾ എല്ലാവരുടെയും ടിൻ ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ടാകും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ അത് പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷനെ ബ്ലാങ്ക് ആയിട്ട് വിടാം. നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് റീപ്രസെന്റേറ്റീവ് ആസൻസ്. റീപ്രസെന്റേറ്റീവ് ആസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് മൈനറിന്റെ കേസിൽ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണോ എന്ന് വെച്ചാൽ 18 വയസ്സിന്റെ താഴെയുള്ള പിള്ളേർക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതോ ഏതെങ്കിലും കമ്പനിയുടെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് റീപ്രസെന്റേറ്റീവ് ആസൻസിന്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ കൊടുക്കണം. സോ നമ്മളിവിടെ 18 വയസ്സിന്റെ മുകളിലാണ്. സോ നമുക്കിവിടെ നോ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ഏരിയ കോഡ്, AO കോഡ്, റേഞ്ച് കോഡ്. ഇനി എല്ലാവരും മനസ്സിൽ വരെ സംശയങ്ങൾ കാണും ഇതെന്താണുള്ളതെന്ന്. ഇവിടെ കാണുമ്പോൾ ഗവൺമെന്റ് വന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഓരോ സോണായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ വീട് വന്നിട്ട് ഏത് സോണിന്റെ അകത്ത് വരുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെങ്കിൽ ഇവിടെ ഈ കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൂടായിരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇന്ത്യൻ സിറ്റിസൺ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ സിറ്റി എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ ഏരിയ നെയിം ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏരിയ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അഥവാ നിങ്ങൾ കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ചിലപ്പോൾ കാണിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏരിയ നെയിം കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പിച്ച് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ പിച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഏതാണ് സെലക്ട് ചെയ്തോ, സിറ്റി ഏതാണ് സെലക്ട് ചെയ്തോ, അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ലിസ്റ്റുകൾ കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ ഏതാണ് കോഡ് ഉള്ളത്, ഇതിവിടെ നമുക്ക് കാണിക്കും. അത് ഇവിടെ നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പോയിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏരിയ നെയിം അതോ വില്ലേജ് നെയിം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ ഏരിയ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഏരിയയുടെ പേര് അതോ വില്ലേജിന്റെ പേര് ഏത് സെക്ഷനിൽ കാണാൻ പറ്റുന്നോ അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതോ നിങ്ങളെ വില്ലേജിന്റെ പേര്, താലൂക്കിന്റെ പേര് ഇവിടെ കാണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഡീഫോൾട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മളിവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മളെ കോഡ് വന്നിട്ട് ഓട്ടോമാറ്റിക് പിച്ചായി കാണിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ ഡോക്യുമെന്റ് സെലക്ഷൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മളെ പാൻ കാർഡ് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ കാലം നല്ല ചേഞ്ച് ആയിരിക്കുകയാണ്. അതേപോലെ ഡോക്യുമെന്റുകളും ചേഞ്ച് ആയിരിക്കുകയാണ്. നേരത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിൽ ആധാർ കാർഡ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ വന്നിട്ട് സിറ്റുവേഷൻ ചേഞ്ച് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണം. നിങ്ങളെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഐഡന്റിറ്റി പ്രൂഫിൽ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവും, പാസ്പോർട്ട് ആകും, വോട്ടർ ID കാർഡ് ഉണ്ടോ, ഇത് പോയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങളിൽ ഏതാണ് ഡോക്യുമെന്റ് ഉണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ആധാർ കാർഡും ഇപ്പൊ തന്നെ സെലക്ട് ചെയ്തും കൊടുക്കാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് പ്രൂഫ് ഓഫ് അഡ്രസ്. ഇനി അഡ്രസ്സിന്റെ സെക്ഷനിൽ ഏതൊക്കെ ഡോക്യുമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ ഏതാണ് കൊടുത്തതോ അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. നിങ്ങൾ അത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ നിങ്ങൾ ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ പറ്റും, പാസ്പോർട്ട് കാണാൻ പറ്റും, വോട്ടർ ID കാർഡ് കൊടുക്കാൻ പറ്റും. അതും ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളിൽ ഏതാണ് ഡോക്യുമെന്റ് ഉണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഏതാ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആധാർ കാർഡും കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ നിന്ന് ഗവൺമെന്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആധാർ കാർഡ് പോയിട്ട് നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് റീസെന്റ് ആയിട്ട് ഇപ്പം വന്ന അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏതാ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതോ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് പോയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് ഏതെങ്കിലും സ്കൂളിന്റെ മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് പാസ്പോർട്ടും കൊടുക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് ഏതാണ് ഡോക്യുമെന്റ് നിങ്ങളിലുള്ളത് അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരണം വെരിഫിക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ സെക്ഷൻ. ഇവിടെ ഫസ്റ്റ് നമുക്ക് സിഗ്നേറ്ററി എന്ന് വെച്ചാൽ സെൽഫ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഏത് സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഡെസ്റ്റിനേഷൻ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫോം ഫില്ല് ചെയ്യണം. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്താണ്, നിങ്ങൾ സ്റ്റുഡന്റ് ആണോ ഹൗസ് വൈഫ് ആണോ അതാണ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതോ ബിസിനസ് മാൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു ഫോട്ടോ തന്നെ നിങ്ങളെ പാൻ കാർഡിൽ പിച്ച് ആയി കാണിക്കും. അതേപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ഡയമെൻഷൻ വന്നിട്ട് 3.5 into 2.5 സെന്റിമീറ്ററിൽ ഉണ്ടാകണം. അതേപോലെ ഫയലിന്റെ ഫോട്ടോയുടെ സൈസ് വന്നിട്ട് 50 KB ഉള്ളിൽ ഉണ്ടാകണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചിലവർ ഫോട്ടോ വന്നിട്ട് സെൽഫി എടുത്തിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും ഇവിടെ. അതുകൊണ്ട് ഇവിടെ സെൽഫി ഫോട്ടോ വന്നിട്ട് അപ്ലോഡ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് ഐഡിയ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോ വന്നിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. അതേപോലെ സൺഗ്ലാസോ അതോ ക്യാപ്പ് ഒന്നും ഇട്ടിരിക്കരുത്. ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് ഒരു ബ്ലാങ്ക് സൈസ് പേപ്പറിൽ ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കണം. സിഗ്നേച്ചർ ചെയ്തിട്ട് അതിനെ സ്കാൻ ചെയ്യുമ്പോൾ അതോ ഫോട്ടോ എടുത്ത് ഇടുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങളെ സിഗ്നേച്ചറിന്റെ ഏരിയ വന്നിട്ട് എത്രമാത്രം നിങ്ങൾ ക്രോപ്പ് ചെയ്തിടണോ ആ സിഗ്നേച്ചർ കറക്റ്റ് ആയിട്ട് നിങ്ങളെ പാൻ കാർഡിൽ മെൻഷൻ ആയി കാണിക്കും. ക്രോപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളെ ഫയലിന്റെ സൈസ് വന്നിട്ട് 50 KB കൂടുതൽ ഉണ്ടാകരുത്. 50 KB കൂടുതലാണെങ്കിൽ അപ്ലോഡ് ആകൂല. സോ ഇതേപോലെ നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മളെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനെ ഇവിടെ പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഏതാണ് ഡോക്യുമെന്റ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നോ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ മുകളിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി ഇവിടെ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ വോട്ടർ ID കാർഡ് അതോ മാർക്ക് ഷീറ്റ് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വന്നിട്ട് ഇവിടെ PDF ഫയലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ മുകളിൽ വന്നിട്ട് നമ്മൾ 2 ഡോക്യുമെന്റാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിലും പ്രൂഫ് ഓഫ് അഡ്രസ്സിലും ഒരു ഡോക്യുമെന്റ്, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിൽ വേറെ ഒരു ഡോക്യുമെന്റ് ആണ് കൊടുത്തത്. സോ ആ ഡോക്യുമെന്റ് ആണ് നമുക്ക് ഇവിടെ 2 ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളെ PDF ഫോർമാറ്റിൽ ഉണ്ടാകണം. അതേപോലെ 300 KB ഉള്ളിൽ ഉണ്ടാകണം നമ്മളെ ഫയൽ സൈസ് വന്നിട്ട്. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ ആധാർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതോ ആധാർ കാർഡ് പോലെ ഒരു ചില ഡോക്യുമെന്റുകൾ കാണും, അതിന്റെ ഫ്രണ്ടും ബാക്കിലും ഇൻഫർമേഷനുകൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒരു സൈഡായിട്ട് മെർജ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളിവിടെ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ വേറെ സിമ്പിൾ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ ആഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേറെ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ അതോ മാർക്ക് ഷീറ്റ് കൊടുക്കുകയാണോ അതോ DL കൊടുക്കുകയാണോ അതോ വോട്ടർ ID കാർഡ് അതോ പാസ്പോർട്ട് കൊടുക്കുകയാണോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റെഡ് കളറിൽ എഴുതി കാണിച്ചിട്ടുണ്ടാകും ഡോക്യുമെന്റ് പേര് വന്നിട്ട്. ഇതിനുശേഷം നമുക്കിവിടെ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ട് പേഴ്സണൽ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇനി നമുക്കിവിടെ ഇനിയൊരു ഇമ്പോർട്ടന്റ് കാര്യം ഇവിടെ ചെയ്യണം. നമ്മളെ ആധാർ കാർഡിന്റെ ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെ ആധാറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ ഇവിടെ കൊടുക്കണം. ഇനി ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യണം, എല്ലാ കാര്യം കറക്റ്റ് ആണോ എന്നെല്ലാം പറഞ്ഞിട്ട്. അഥവാ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ മിസ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ എന്റെ കേസിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടെ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാൻ കാർഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫീസ് പേയ്മെന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പേയ്മെന്റ് ഗെറ്റ്വേ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേറെയും പേയ്മെന്റ് ഗെറ്റ്വേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. Paytm, ബിൽഡെക്സ്, ഇതേപോലെ നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ വേണോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ പാൻ കാർഡിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സമയത്തിൽ അതിന്റെ ഫീസ് വന്നിട്ട് 107 rupees ആണ്. ഇനി ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അഗ്രി ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ പേ കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്കിവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷനുകൾ കാണിക്കും. ഇവിടെ നിങ്ങളെ പേയ്മെന്റ് വന്നിട്ട് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെ ചെയ്യാൻ പറ്റും, അതോ നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും, BIM, വാളറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് UPIയിലൂടെയും ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ചെറിയൊരു പേയ്മെന്റ് ആണ്. സോ നമുക്കിവിടെ QR കോഡ് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നമ്മൾ വേറെ ഷോപ്പിൽ നമ്മൾ പോയിട്ട് പേയ്മെന്റ് ചെയ്യണ പോലെ നമുക്ക് ഇവിടെയും പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മളെ പിൻകോഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മളെ പേയ്മെന്റ് വന്നിട്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, ഫ്രണ്ടും ബാക്കും ഒന്നും അടിക്കാൻ പാടില്ല. അതേപോലെ ക്ലോസ് ചെയ്ത് ഇവിടെ നമ്മളെ പേയ്മെന്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് റീഡയറക്റ്റ് ആയി നമുക്ക് ഈ ഒരു സക്സസ് പേജിൽ ഓപ്പൺ ആയി വരും. ഇതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് ആധാർ ഓതന്റിക്കേഷൻ്റെത്. ഇവിടെ നമ്മൾ ആധാറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഓതന്റിക്കേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം.
ഇനി ഇതിനുശേഷം OTP ജനറേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ ഏതാണ് മൊബൈൽ നമ്പർ ലിങ്ക് ആണ് ആ മൊബൈൽ നമ്പർ ഒരു OTP പോയിട്ടുണ്ടാകും വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു OTP നമുക്കിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ഫ്രണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമ്മൾ ആധാർ കാർഡിലൂടെ സൈൻ ഇൻ ചെയ്യണം. നമുക്കിവിടെ ക്ലിക്ക് കണ്ടിന്യൂ ടു പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആധാർ നമ്പർ ഇവിടെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സോ നമ്മൾ ആധാർ കാർഡിൽ ഏതാണ് ഫോൺ നമ്പർ ലിങ്ക് ആണ് ആ മൊബൈൽ നമ്പറിലൂടെ OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ OTPയിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിനുശേഷം നമ്മളെ സൈൻ ഇൻ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡോക്യുമെന്റ് സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ നമുക്കൊരു സ്ലിപ്പ് PDF ഫയലായിട്ട് തന്നിട്ടുണ്ടാകും. ആ PDFനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു പാസ്വേഡ് കൊടുക്കണം. ആ പാസ്വേഡ് വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു സിമ്പിൾ സ്പേസ് ഒന്നും കൊടുക്കാതെ കണ്ടിന്യൂ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നമ്മൾ കാണുമ്പോൾ ജനറേറ്റ് ആയ സ്ലിപ്പ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതേപോലെ 5 to 7 ദിവസത്തേക്ക് നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ജനറേറ്റ് ആയി വന്നിരുന്നതാണ്. എപ്പോഴാണോ ജനറേറ്റ് ആകുന്നത് ആ സമയം നിങ്ങളെ SMS-ലൂടെ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പാൻ കാർഡിന്റെ കോപ്പി നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഈ പാൻ കാർഡ് ഇതാണ് ഡിജിറ്റൽ കോപ്പി. അതേപോലെ ഈ ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. നിങ്ങളെ പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരും. പക്ഷെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് 2 ആഴ്ചയുടെ സമയം കൂടെ ആകും. പക്ഷെങ്കിൽ ഈ പാൻ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് ജനറേറ്റ് ആകുന്നത് ആ സമയം നിങ്ങൾക്ക് ഈ പാൻ കാർഡ് നിങ്ങളെ മെയിലിലൂടെ സെൻഡ് ചെയ്യുന്നതാണ്. ഈ പാൻ കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. എവിടെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി ഈ ഒരു പോർട്ടലിന്റെ അകത്ത് നമുക്ക് ഇനി ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്ലോൺ സ്റ്റാറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങളെ പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ടൈപ്പിൽ ന്യൂ പാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ റെസിപ്റ്റിൽ കാണുന്ന അക്നോളജ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോമിനെ ഫിൽ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ഫോം വന്നിട്ട് നമ്മളെ സൈഡിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പാൻ കാർഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഒരു 4 to 5 ദിവസത്തിൽ നിങ്ങളെ പാൻ കാർഡ് ജനറേറ്റ് ആയി കഴിയും. അപ്പോൾ നമ്മൾ ജനറേറ്റ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ ഇന്ത്യ പോസ്റ്റ് ഓഫീസിലൂടെ നമ്മൾ പാൻ കാർഡ് സെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഇന്ത്യ പോസ്റ്റിന്റെ ട്രാക്കിംഗ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ പോസ്റ്റ് ഓഫീസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അതിനെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മാൻ വന്നിട്ട് എവിടെ എത്തി, നമ്മളെ പാൻ കാർഡ് എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വന്ന് ചേരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.